ഹായ്, അസ്സലാമലൈക്കും. പാലക്കാട് ടിപ്പു സുൽത്താൻ കോട്ടയുടെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അതേക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനും. പാലക്കാടിൻ്റെ ഹൃദയഭാഗത്താണ് ടിപ്പു സുൽത്താൻ കോട്ട സ്ഥിതി ചെയ്യുന്നത്. 257 വർഷമായി ഇന്നും ഒരു കേടുപാടും കൂടാതെ പാലക്കാടിൻ്റെ അഭിമാനമായി നിലനിൽക്കുന്നു. മൈസൂർ രാജാവായിരുന്ന ഹൈദർ അലി 1766 പണി കഴിപ്പിച്ചതായിരുന്നു ടിപ്പു സുൽത്താൻ കോട്ട. പല വീരകഥകളും ഉറങ്ങുന്ന ഈ കോട്ട ഇന്ന് ഭാരത പുരാവസ്തു വകുപ്പാണ് സംരക്ഷിക്കുന്നത്. ആയിരത്തി 1756 കോഴിക്കോട് സാമൂതിരിയുടെ ശല്യം ഒഴിവാക്കാനായി മൈസൂർ ടിണ്ടുഗലിലെ സേനാനായകനായ ഹൈദർ അലിയെ ക്ഷണിക്കാൻ പാലക്കാട് രാജാവായ ഇട്ടിക്കൊമ്പി അച്ഛൻ തീരുമാനിച്ചു. 1757 തൻ്റെ സുഹൃത്തായ കല്ലേക്കുളങ്ങര രാഘവ പിഷാരടിയോട് ഒരു കോട്ടയ്ക്കുള്ള സ്ഥലം കാണാൻ ആവശ്യപ്പെട്ടു. ഇവിടെ നിന്നാണ് പാലക്കാട് കോട്ടയുടെ ചരിത്രം ആരംഭിക്കുന്നത്. അന്നു പ്രചാരത്തിലിരുന്നത് മൺകോട്ടകളായിരുന്നു. അതിൽ നിന്നും വ്യത്യസ്തമായി കരിങ്കൽ കോട്ട നിർമ്മിക്കാനായിരുന്നു ഹൈദർ അലിയുടെ തീരുമാനം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായിരുന്ന മുക്രം അലി വടക്കോട്ട് ദർശനമായി കരിങ്കൽ കോട്ടയ്ക്ക് തറക്കല്ലിടുകയും ചെയ്തു. വടക്കോട്ട് കോട്ടവാതിലും പടിഞ്ഞാറേ ദിക്കിൽ ആയുധപ്പുരയുമായിരുന്നു. 1766 കോട്ടയുടെ നിർമ്മാണം പൂർത്തിയായി. ഫ്രഞ്ചുകാരനായ ഒരു എഞ്ചിനീയറായിരുന്നു ഇതിൻ്റെ ശില്പി. തുപ്പാക്കിധാരികളായ ഭടജനത്തിന് ഒളിച്ചു നിൽക്കാനും പീരങ്കി ഘടിപ്പിക്കാനും സൗകര്യമുള്ള വിധമാണ് കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. സേനാനായകനിൽ നിന്നും മൈസൂർ രാജാവായുള്ള ഹൈദർ അലിയുടെ വളർച്ച ഈ കാലഘട്ടത്താണ്. ഇക്കാലത്തു തന്നോട് ഇടയാൻ ശ്രമിച്ച ഇട്ടിക്കൊമ്പി അച്ഛനെ ഹൈദർ അലി തടവിലാക്കി ശ്രീരംഗത്തേക്ക് കൊണ്ടുപോയി. ഹൈദർ അലിയെ തുടർന്ന് മകൻ ടിപ്പു സുൽത്താനും ഈ കോട്ടയിൽ ആധിപത്യം ഉറപ്പിച്ചു. രണ്ടാമത്തെ ഇംഗ്ലീഷ് മൈസൂർ യുദ്ധത്തിൻ്റെ ഭാഗമായി സർദാർ ഖാൻ്റെയും മേജർ ആബിംഗ്ടണിൻ്റെയും നേതൃത്വത്തിൽ നടന്ന യുദ്ധം, 1782 യുദ്ധം എന്നിവയിൽ ഈ കോട്ട നിർണായകമായ പങ്കുവഹിച്ചു. ബ്രിട്ടീഷ് സൈന്യത്തെ നേരിടാൻ ഫ്രഞ്ചുകാരനായ ലാലിയുടെയും ടിപ്പു സുൽത്താൻ്റെയും നേതൃത്വത്തിലുള്ള സൈന്യം പുറപ്പെട്ടത് ഇവിടെ നിന്നാണ്. 1784 നവംബർ 15 ബ്രിട്ടീഷുകാർ കേണൽ ഫുള്ളർട്ടിൻ്റെ നേതൃത്വത്തിൽ അഴിച്ചുവിട്ട 11 ദിവസത്തെ ആക്രമണത്തിനൊടുവിൽ കോട്ട പിടിച്ചടക്കി.
സാമൂതിരിയുടെ ഭടന്മാരെ കോട്ട ഏൽപ്പിച്ച് ബ്രിട്ടീഷ് സൈന്യം പിന്മാറിയെങ്കിലും അധികം വൈകാതെ തന്നെ അവരെ അവിടെ നിന്നും തുരത്തി മൈസൂർ സൈന്യത്തിൻ്റെ അധീനതയിലാക്കാൻ ടിപ്പുവിൻ്റെ തന്ത്രങ്ങൾക്ക് കഴിഞ്ഞു.